പാലക്കാട് സാധാരണ LDF അല്ലെങ്കിൽ UDF ഇതാണ് രാഷ്ട്രീയ തന്ത്രം. പക്ഷേ എന്നാൽ ഇപ്പോൾ അവിടെ BJPക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. കാരണം 2021 കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നു. 2ാം സ്ഥാനമാണ് ശോഭാ സുരേന്ദ്രൻ അന്ന് നേടിയത്. ഇപ്പോൾ ആകട്ടെ 2026 പാലക്കാട് മത്സരിക്കുന്നത് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ഇതേ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് 2016 മത്സരിച്ചത്. അന്നും ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് തന്നെയാണ് എത്തിയത്. ഇതുവരെ പാലക്കാടിന് LDF അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ LDF ആയിരുന്നു അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് 2026 ആയപ്പോൾ BJP അവിടെയും അധികാരം സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ ജനമനസ്സുകളിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് നമ്മൾ നാമനിർദ്ദേശക പത്രിക കൊടുത്തതിനു ശേഷം നമ്മൾ കണ്ടു തുടങ്ങിയത്. അവിടുത്തെ UDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് രമേശ് പിഷാരടിയാണ്. എന്നു മുതൽ അദ്ദേഹം ആ സ്ഥാനാർത്ഥിത്വം വഹിക്കുന്നു അന്നു മുതൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. അതിൽ ഒന്നാമത്തെ വിവാദം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ച് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്ത്രീകൾ അദ്ദേഹത്തെ തടഞ്ഞു. എന്തിനാണ് തടഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമാണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു വ്യക്തി തന്നെ പീഡന ആരോപണത്തിന് വിധേയനായിരിക്കുമ്പോൾ അദ്ദേഹത്തോട് അത് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്തൊരു മറുപടി ഉണ്ട്. പീഡനം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ സുരക്ഷയാണ്. ഏത് മനുഷ്യരായിക്കോട്ടെ ആൺപെൺ വ്യത്യാസമില്ലാതെ വോട്ടർമാരുടെ സുരക്ഷയാണ് അദ്ദേഹം ആദ്യമായിട്ട് കണക്കാക്കേണ്ടത്. പക്ഷേ എന്നാൽ പ്രതീക്ഷയുടെ വിപരീതമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ബലാത്സംഗത്തെ പോയി നോർമലൈസ് ചെയ്യുന്ന ഈ ഒരു രീതി അത്ര നല്ലതാണോ? പ്രത്യേകിച്ച് ഈ ഒരു ഇലക്ഷൻ സമയത്ത് 2026 പാലക്കാട് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി കൂടിയാണ് രമേശ് പിഷാരടി. വഴിയെ പോകുന്ന ഒരു മനുഷ്യരല്ല, ഒരു സാധാരണ വ്യക്തിയല്ല. ഒരു സ്ഥാനാർത്ഥിത്വം മാറ്റി സംസാരിച്ചാൽ പോലും വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുമെന്ന് ഇന്ദിരാഗാന്ധിയുടെ ഗ്യാരണ്ടി ആയിട്ട് മറുവശത്ത് കോൺഗ്രസുകാര് ഓടി നടന്ന് പ്രചരണം നടത്തുമ്പോഴാണ് പിഷാരടിയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്നത്. ഇത് ഇന്നും ഒന്നിനും തുടങ്ങിയ പരിപാടിയല്ല. മധ്യപ്രദേശിലെ ഒരു MLA ഉണ്ടായിരുന്നു, ഫൂൾ സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. വീഡിയോയിലേക്ക്. मेरा कहने का मतलब है रेप की थ्योरी ये है कि कोई भी कैसी भी दिमाग का आदमी रस्ते में जा रहा है, उसे खूबसूरत अगर लड़की दिखी, सुंदर, अति सुंदर, तो उसका ब्रेन है वो इधर वो विचलित हो सकता है, तो रेप हो सकता है। आदिवासी में कौन सी अति सुंदर स्त्री है? SC की कौन सी अति सुंदर स्त्री है? मोस्ट OBC में ऐसी स्त्रियां सुंदरियां हैं। क्यों होता है बलात्कार? उनके धर्म ग्रंथों में इस तरह की निर्देश दिए गए। तो ये लिखा है कि इस जाति के साथ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോൾ പുരുഷന്മാർക്ക് ആകർഷണം തോന്നും. എന്നാൽ ആകർഷണം തോന്നിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ പീഡനത്തിനും ബലാത്സംഗത്തിനും ഇരയാവുന്നത് ദളിത് വിഭാഗത്തിലെ യുവതികളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം ഏതോ ഒരു ഗ്രന്ഥമോ എന്തോ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ദളിത് യുവതികളെ പീഡനത്തിനോ അല്ലെങ്കിൽ ബലാത്സംഗത്തിനോ ഇരയാക്കി കഴിഞ്ഞാൽ ആത്മീയ പര്യവേഷം അദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ് വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഫൂൾ സിംഗ് മധ്യപ്രദേശിലെ കോൺഗ്രസ് MLA പറഞ്ഞത്. എന്നാൽ അതേ പാത തന്നെയാണ് ഇപ്പോൾ പിഷാരടി അടക്കമുള്ളവർ പിന്തുടരുന്നത്. പിഷാരടി വന്നപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാത പിന്തുടരുന്നത്. എന്നാൽ ആ ഏത് പാതയാണ് പിന്തുടരുന്നതാണ് ജനങ്ങൾക്ക് അറിയാൻ പാടില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന 2021 ഇലക്ഷനില് പാലക്കാട് MLA ആയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഒട്ടനവധി സ്ത്രീകളുടെ വിവാദത്തിൽ അദ്ദേഹം കുരുങ്ങി കിടക്കുകയാണ്. അതിജീവിതമാർ എന്ന് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തവരെ കേരള ജനത വിശേഷിപ്പിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയാണ് അദ്ദേഹത്തിന് ചുറ്റും മുറുകി കിടക്കുന്നത്. ഈ ഒരു അവസരത്തില് രമേശ് പിഷാരടി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ 2026 മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തെ മാതൃകയാക്കേണ്ട കാര്യം എന്താണെന്ന് കൂടി ജനങ്ങൾക്ക് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ കോൺഗ്രസുകാർ കാണുന്ന കാഴ്ചപ്പാട് ഇത്രമാത്രം അധപതിച്ചിട്ടാണോ എന്നാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. കാരണം മധ്യപ്രദേശിലെ ഫൂൾ സിംഗ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതങ്ങ് മധ്യപ്രദേശിലല്ലേ? അല്ല, മധ്യപ്രദേശിലാണെങ്കിലും കേരളത്തിലായാലും ഇന്ത്യയിലാണ് ഇതെല്ലാം, അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ ഇങ്ങനെ ഒരു കോൺഗ്രസ്സുകാര് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഇങ്ങനെയൊക്കെ സ്ത്രീകളെ പറ്റി സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തുമ്പോൾ
പ്രതികരിക്കേണ്ടത് മറ്റുള്ള പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് പിഷാരടി വോട്ട് അഭ്യർത്ഥിച്ചു വന്നപ്പോൾ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയതിന് ഒരു പറ്റം സ്ത്രീകൾ അദ്ദേഹത്തെ തടഞ്ഞത്. ഇതിനെതിരെ നമുക്ക് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ കൂടി കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക്. UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് ബലാത്സംഗം എന്നാണ്. അതിനർത്ഥം ഒരു വ്യക്തിക്ക് സൗകര്യം പോലെ തോന്നുന്നത് പോലെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ എവിടെ വെച്ചും പീഡിപ്പിക്കാം, എവിടെ വെച്ചും ബലാത്സംഗം ചെയ്യാം. ഇത്ര നെറികെട്ട രീതിയിൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ അപമാനിക്കുന്ന രീതിയിൽ ഇവിടുത്തെ പെൺകുട്ടികളുടെ അമ്മമാരുടെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പ്രതികരിച്ചിട്ടുണ്ടോ? ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ കേട്ടല്ലോ. ഒരു സ്ത്രീക്ക് സുരക്ഷ നൽകുക എന്നതാണ് അവിടുത്തെ ഭരണകർത്താവിന്റെ ജോലി അല്ലെങ്കിൽ കടമ. അതിന് പകരം ആ ഒരു ബലാത്സംഗത്തെ പോലും ഇത്രയധികം നോർമലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് ജനപ്രതിനിധിയായിട്ട് കാണാൻ കഴിയുക? ഭാവിയിൽ പാലക്കാടിന്റെ MLA ആയിട്ട് രമേശ് പിഷാരടി അലങ്കരിക്കുമ്പോൾ, ആ പദവി അലങ്കരിക്കുമ്പോൾ, ഇത്തരത്തില് തന്റെ പാർട്ടിയിൽ തന്നെ പല വിവാദങ്ങളും വരുമ്പോൾ രമേശ് പിഷാരടി അപ്പോഴും പറയുമ്പോൾ ഇതെല്ലാം നോർമലൈസ് ചെയ്യേണ്ടതാണ്, ഇത് ഇത്ര ലാഘവത്തോടുകൂടി എടുത്താൽ മതി എന്ന് രമേശ് പിഷാരടി പറഞ്ഞു കഴിഞ്ഞാൽ ആ അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നമുക്ക് അറിയാൻ പാടാത്തത് സ്ത്രീകളെ ചുറ്റിപ്പറ്റി വരുമ്പോൾ ഇത്തരത്തിലൊരു വാർത്തകളൊക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ നോർമലൈസ് ചെയ്യുന്നത്? ഫൂൾസിംഗ് ആണെങ്കിലും രമേശ് പിഷാരടി ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും വേറൊരു MLA കൊണ്ട് പീഡനത്തിന്റെ കാര്യം വന്നപ്പോൾ ചിരിച്ചുകൊണ്ട് പാർലമെന്റിൽ കളിയാക്കിയ ഒരു MLA വരെ കോൺഗ്രസിന്റെ ഉണ്ട്. ഇത്തരത്തിൽ ഒരുപാട് അല്ലെങ്കിൽ ഒട്ടനവധി പര്യവേഷങ്ങൾ നിറഞ്ഞാടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. നിലപാടാണെങ്കിൽ പണ്ടേയില്ല. ഇത്തരത്തിൽ BJPക്ക് കുറച്ച് ആധിപത്യം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ അവർ വിജയിക്കാതിരിക്കാനായിട്ട് ഒരു ഡീല് കൊണ്ടുവരും. എന്ത് ഡീലാണെന്നോ? കോൺഗ്രസും CPIയും SDP, ജമാഅത്തെ ഇസ്ലാമി, PDP എന്നീ തുടങ്ങിയ സകലമായ വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ച് BJPക്ക് അധികാരം കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം ഇവർ അങ്ങ് ഒത്തുകൂടും. ഇത് തന്നെയാണ് പാലക്കാടും മഞ്ചേശ്വരത്തും നേമത്തും എല്ലാം സംഭവിക്കുന്നത്. വർഷങ്ങളായിട്ട്, അതായത് മിനിമം കുറച്ച് വോട്ട് വ്യത്യാസത്തിന് BJPയുടെ പല നേതാക്കന്മാരും കഴിഞ്ഞ മത്സരങ്ങളിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ഡീല് എന്ന കഥ തന്നെയുണ്ട്. എന്നാൽ അന്ന് കേരള ജനതയ്ക്ക് അത്ര വ്യക്തമല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഈ കേരളത്തിൽ ഈ നിയമസഭാ ഇലക്ഷൻ അടുത്തു വരുന്ന സമയത്ത് ഓരോരോ ഡീലിന്റെ കെട്ടുകഥകളാണ് അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. കേരള രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത്? ഇടതും വലതും മാത്രമായിട്ട് കേരള ജനത ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ മൂന്നാമതൊരു ശക്തിയായിട്ട് BJP കൂടി അധികാരത്തിൽ വരികയാണ്. അല്ലെങ്കിൽ ജനമനസ്സുകൾക്ക് ഒന്നും രണ്ടുമല്ല മൂന്നാമതൊരു ഓപ്ഷൻ കൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ കേരള ജനത വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ SDP കൂട്ടുപിടിച്ച് കോൺഗ്രസും അതേപോലെ LDFും അമ്മാനമാടുമ്പോൾ മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി കൂടിയ AKM അഷ്റഫ് SDPയെ മതേതര പാർട്ടി എന്ന് വാഴ്ത്തി പാടുമ്പോൾ ഇപ്പോഴത്തെ CPM ആകട്ടെ SDP-നെ എന്ത് പറയണമെന്ന് പോലും അറിയില്ല. കാരണം അവിടെ SFI നേതാവ് അഭിമന്യുവിന്റെ ജീവൻ എടുത്ത് ഇത് SDP പാർട്ടിയാണെന്ന് അറിയാത്തത് കൊണ്ടൊന്നല്ല, പക്ഷെ വോട്ടിന് വേണ്ടിയിട്ട്, അതായത് BJP തകർക്കാൻ വേണ്ടി, താമര വിരിയിക്കാതിരിക്കാൻ വേണ്ടി, NDA സ്ഥാനാർത്ഥികളെ മുച്ചൂടും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് മൂന്നാം പിണറായി സർക്കാർ ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ UDF ആണെങ്കിലോ 10 വർഷം അധികാരം നഷ്ടപ്പെട്ട് അരങ്ങു നടക്കുന്ന ആത്മാവിനെ പോലെയാണ്. അവർക്കും അധികാരം തന്നെയാണ് വിഷയം. അപ്പോൾ ഇടതിന്റെയും വലതിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. എന്താണ്? അധികാരം. അധികാരത്തിന് വേണ്ടി ഏത് പാർട്ടികളുടെയും ഏത് വർഗീയ ശക്തികളുടെയും കൈപിടിക്കാനും തോളോട് തോൾ ചേർന്ന് മത്സരിക്കാൻ ഇവർ ഒറ്റക്കെട്ടാണ്. എന്നാൽ കേരളത്തിൽ പുറത്താകട്ടെ ഇന്ത്യ സഖ്യം എന്നൊരു സഖ്യമുണ്ട്. ഈ സഖ്യത്തിന് പങ്കാളികളാണ് CPMഉം എല്ലാ പാർട്ടികളും. എന്നാൽ ഇവർക്കൂടെ ഇന്ത്യ സഖ്യമായിട്ട് മത്സരിച്ചാൽ പോലെ ഇവിടെ BJP അധികാരത്തിൽ വരും, അല്ലെങ്കിൽ BJPക്ക് കുറച്ചെങ്കിലും മുൻതൂക്കമുള്ള സ്ഥലങ്ങളിൽ ഇവർ ഡീൽ എന്നൊരു കഥ കൊട്ടിപ്പോഷിക്കും. UDF പറയുന്നതാണെങ്കിലോ LDFും BJPയും തമ്മിലൊരു ഡീലാണ്. എന്നാൽ കോൺഗ്രസ് CPM പറയുന്നതാണെങ്കിലോ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീലാണ്. ആക്ച്വലി ഇവരെല്ലാം ഒരൊറ്റ ഡീലാണ്. ആ ഡീലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ 2016 2021 പിന്നാക്കം പോയിരിക്കുന്നത്. ഇതറിയാത്ത മറ്റവരുമല്ല. ഇതേ കഥ തന്നെയാണ് മഞ്ചേശ്വരത്തും ആവർത്തിച്ചിരിക്കുന്നത്. ഇനിയും ഇതിന്റെ തനിയാവർത്തനം വരാതിരിക്കാനായിട്ട് നിങ്ങളിൽ ഓരോരുത്തരുമാണ് നിങ്ങളുടെ വോട്ടവകാശം നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ രേഖപ്പെടുത്തണം. ശരിയായ ആൾക്കാർക്ക് തന്നെ കൊടുക്കണം. കാരണം ഇടതും വലതിന്റെയും വർഗീയ പാർട്ടികളെ കൂട്ടിപ്പിടിച്ചുള്ള ഈ ഒരു രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടതില്ലേ? ശോഭാ സുരേന്ദ്രൻ എന്നൊരു വ്യക്തി അവിടെ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. എന്നിട്ടും ആ സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു സുരക്ഷയുണ്ട്. നമുക്ക് വേണ്ട സ്ത്രീ സുരക്ഷയാണ്. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ലൈംഗിക അതിക്രമത്തിന് ഇരയായി കഴിഞ്ഞാൽ
ആ ഇരയായി ഒരു സ്ത്രീയോ പുരുഷോ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ ആർക്കെതിരെയാണ് അവർ പരാതി കൊടുക്കുന്നത്? അവർക്കെതിരെ പരാതി എടുത്ത് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആ ചെയ്ത ഒരു വ്യക്തിയുടെ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയിലുള്ളവർ പോലും ഇതെല്ലാം നോർമലൈസ് ചെയ്യുകയാണ്, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെന്ന് പറയുന്നത് എന്തിന്റെ ബേസിലാണെന്ന് നമുക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ പ്രതികരിക്കുക. നിങ്ങളുടെ അവകാശത്തെ നിങ്ങൾ നേരായ രീതിയിൽ, അതായത് ഏപ്രിൽ 9 നിങ്ങൾ തന്നെ രേഖപ്പെടുത്തുക.